ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സിമ്പിൾ എഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എഗ് കീമ മസാലയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, മുഴുവൻ ഇരുന്ന് കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എഗ് കീമ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട ഇനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ മുട്ട ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ മസാല തയ്യാറാക്കി തുടങ്ങാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊന്നുമല്ല, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ 5 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ചേർക്കുന്ന പോലെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടൊന്ന് അടച്ചു വെക്കാം. 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെക്കൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും അടച്ചു വെക്കണം. 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ് ഇനി ചേർക്കേണ്ടത്. അപ്പോൾ മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഗരം മസാല ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് കീമ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് മസാലയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിക്കാൻ കൂടുതൽ ബെസ്റ്റ് ചപ്പാത്തിയുടെ കൂടെയാണ്. ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ അറിയിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്